നേരത്തെ പറഞ്ഞതല്ലേ, നിങ്ങളല്ലേ അറിയണ്ടേ, നിങ്ങളല്ലേ ഇതെല്ലാം പ്രതീക്ഷിച്ച് വരുന്നു. ഞാൻ കണ്ടു, എന്നെ ഇന്നലെ വിളിപ്പിച്ചു, എന്നോട് സംസാരിച്ചു. എന്നോടൊന്നും രണ്ട് നേതാക്കന്മാരും പറഞ്ഞില്ല, രാഹുൽ ഗാന്ധിയും പറഞ്ഞില്ല, ഖർഗെജിയും പറഞ്ഞില്ല. ഞങ്ങളെ കണ്ണൂർ കേരളത്തിലെ നമ്മുടെ രാഷ്ട്രീയം, കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം, നമ്മുടെ പുതിയ കമ്മിറ്റിയുടെ കരുത്ത്, കമ്മിറ്റിയുടെ പ്രകടനം, പ്രവർത്തനം, അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ച്, ഞങ്ങൾ രേഖയൊക്കെ കാണിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ഞങ്ങളെ KPCCയുടെ പ്രവർത്തനത്തിൽ പൂർണ്ണമായി സാറ്റിസ്ഫാക്ഷനാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്. അത് മാത്രം വേറെ ഒരു കാര്യവും സംസാരിച്ചു. പിന്നെ അവർ രണ്ടുപേരും ഞാനും 3 പേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. ഒരഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തോടൊന്നും ചോദിച്ചാൽ നിങ്ങൾ ഉണ്ടോന്നും, അദ്ദേഹത്തിന് നിങ്ങൾ തൊട്ട് കളിച്ചാൽ ഞാൻ ചോദിക്കാൻ വരും, ഉള്ള കാര്യം പറയാൻ നേക്കാം. പ്രതിപക്ഷ നേതാവിനെ തൊട്ടുകളി കണ്ട പ്രസിഡന്റിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അത് വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. ഒരു വിഭാഗം കോൺഗ്രസിലെ നേതാക്കൾ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള തന്നെ മൂലക്കിരുത്താൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നു. എനിക്കറിയില്ല, എന്റെ രോഗവും എന്റെ അസുഖവും ഞാൻ കണ്ടുപിടിക്കും, ഞാൻ ചികിത്സിക്കും. ഞാൻ ബയോ ക്ലിനിക്കിൽ വരെ പോയി ഞാൻ ചികിത്സ. എന്നെ രാഹുൽ ഗാന്ധി അയച്ചത് ബയോ ക്ലിനിക്കിൽ പോകണം, നിർബന്ധമായിട്ട് പോകണമെന്ന് പറഞ്ഞ് എന്നെ അയച്ചത് അദ്ദേഹമാണ്. ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്നു, എനിക്കത് മാറി, അസുഖങ്ങളുടെ മാറിയിരിക്കുന്നു. ഞാനിപ്പോഴും ജിമ്മൊക്കെ കളിച്ച് ഞാനിങ്ങനെ നല്ല ആരോഗ്യം കൊണ്ട് നടക്കുന്നു. ഉണ്ടാവാം, ഇല്ലാതാവാം. എനിക്കൊരു അഭിപ്രായവും അങ്ങനെയില്ല. അല്ല, പുതിയ പ്രസിഡന്റ് വേണം ഇവിടെ എന്ന് ഒരു അഭിപ്രായം എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് രാജിവെച്ചങ്ങ് പോകില്ലേ? ഞാൻ പിന്നെ ഇരിക്കണം ഇവിടെ. എന്തോന്ന് കാലാവധി എന്താ പോലെ കോൺസ്റ്റിറ്റ്യൂഷനാ? പാർട്ടിക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് പാർട്ടിയുടെ അകത്തുള്ള ഭാരവാഹികളും മാറുകയോ മാറ്റാതിരിക്കുകയോ അത് മേൽ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം. എങ്ങനെ AICCയിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം വന്നാൽ ഞാൻ മാറും. ഇപ്പം മുരളീധരനൊക്കെ പറഞ്ഞില്ലേ പുതിയ പ്രസിഡന്റ് മാറേണ്ട കാര്യമില്ല, അദ്ദേഹം പറഞ്ഞില്ലേ, നമ്മുടെ പിന്നെ VM സുധീരൻ പറഞ്ഞില്ലേ, ഇവിടെ ശശി തരൂർ പറഞ്ഞില്ലേ, ഇവരൊക്കെ നമ്മുടെ സീനിയർ കോൺഗ്രസിന്റെ നേതാക്കന്മാരില്ലേ, അവരൊക്കെ പറഞ്ഞല്ലോ മാറ്റേണ്ട കാര്യമില്ല, മാറേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞില്ലേ. അത് കോൺഗ്രസിന്റെ വികാരമല്ലേ, കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ വികാരമല്ലേ? എനിക്കുണ്ട്, എനിക്ക് പൂർണ്ണമായിട്ടുണ്ട്. നിങ്ങൾ പത്രങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ് സജീവ ചർച്ച. മാധ്യമങ്ങൾക്ക് ഒന്ന് പോയി കണ്ടൂടെ? നിങ്ങളുടെ കേരളത്തിലെ മാധ്യമങ്ങളല്ലേ, നിങ്ങൾക്കൊന്ന് ഡൽഹിയിൽ പോയിട്ട് അഖിലേന്ത്യാ പ്രസിഡന്റിനെ കണ്ടൂടെ? എന്നാൽ നിങ്ങൾക്ക് അതിനകത്തൊരു ക്ലാരിറ്റി കിട്ടുമല്ലോ. വൈകുന്നേരത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ വാങ്ങിത്തരാം, പോയി വാ, കണ്ടിട്ട് സംസാരിക്കും. ഞാൻ അപ്പ ഇവന്റെ അഭിപ്രായം പറഞ്ഞോളാം. ഇല്ല, എന്റെ പാർട്ടിയുടെ സമ്മന്നതരായ അഖിലേന്ത്യാ നേതാക്കന്മാർക്ക് ഞാൻ മാറണം എന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ആലോചിക്കാതെ ഞാനത് രാജിവെച്ചു പോകും. ഇതുവരെ അങ്ങനെ ഒരു അഴകുഴമ്പൻ അഭിപ്രായം പോലും എന്റെ മുമ്പിൽ വന്നിട്ടില്ല. ഇതിനപ്പുറത്ത് എന്താ ശക്തിപ്പെടുത്തേണ്ടത്? നമ്മള് പഴയ കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ് ചോദിച്ചൊരു ഉത്തരം പറയും. നിങ്ങളെ പഴയ പത്രക്കാരല്ലേ? ഇവിടെ ഇവിടെ പഴയ കാലത്തെ കോൺഗ്രസ് ആണോ ഇന്നത്തെ കോൺഗ്രസ്? ഏതാണ്ട് ഇപ്പൊ അത് സെമി തന്നെയാണുള്ളത്. നിങ്ങൾക്ക് തന്നെ നമ്മളെ കമ്മിറ്റിയിലും പോയി കാണുന്നുണ്ട്. നിങ്ങൾ ബൂത്ത് തലത്തിൽ പ്രവർത്തകന്മാർ, ബൂത്ത് തലത്തിൽ ബൂത്ത് കമ്മിറ്റി, കുടുംബ സമിതി, അവരുടെ കൺവെൻഷൻ, അവർക്കുള്ള നിർദ്ദേശങ്ങൾ, അവർക്കുള്ള ഐഡന്റിറ്റി കാർഡ് നിങ്ങൾ കാണുന്നുണ്ടോ? അതെല്ലാം കോൺഗ്രസിന്റെ പുതിയ റവല്യൂഷനാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.